വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിജീസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കടുമാങ്ങ അല്ലെങ്കിൽ മാങ്ങ അച്ചാർ. നമ്മൾ ഈ മാങ്ങ അച്ചാർ ഇടുന്നത് മാങ്ങയുടെ അതിൻ്റെ തൊലിയോട് കൂടിയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. നമ്മൾ തൊലിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 2 ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഇടുന്നത്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/2 ടീസ്പൂൺ കായപ്പൊടിയും നമുക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. നമുക്കിനി ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ അച്ചാറിലേക്ക് ഇഞ്ചി കുറച്ചും അതുപോലെ വെളുത്തുള്ളി ഞാനാണെങ്കിൽ 2 കുടം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാങ്ങ കട്ട് ചെയ്ത പോലെ തന്നെയാണ് വെളുത്തുള്ളി കട്ട് ചെയ്തേക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫാക്കി ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വിനേഗർ ചേർത്ത് വിനേഗർ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മാങ്ങ ഉപ്പിലിട്ട് വെച്ചപ്പം മാങ്ങയിൽ നിന്നിറങ്ങിയ ആ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെച്ച മാങ്ങയാണ്, അതുകൊണ്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മാങ്ങ വെന്ത് പോവണ്ട. പിന്നെ ഞാൻ ഇതിലേക്ക് എരിയും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ആകാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കാവുന്നതാണ്. കുക്ക് ചെയ്തിട്ട് അന്നേരം തന്നെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. താങ്ക് യു.